നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ മൂന്നാം ഘട്ട പ്രാഥമിക പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഈ ഒരു ഭാഗത്ത് 2026 PSC ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളെ മലയാളത്തിന്റെയും കല, സാഹിത്യ, സാംസ്കാരിക മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില ചോദ്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണം. അതിലേക്കായി മുഖവരകളില്ലാതെ തന്നെ നമ്മൾ ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതിൽ ആദ്യത്തെ ചോദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാ രൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏത്? ഞാൻ എക്സാംസ് മാർക്ക് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഏത് എക്സാം എന്നത് നമ്മൾ ചിന്തിക്കേണ്ട. ഇത് ഈ അടുത്ത വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ചോദ്യമാണ്, ഒരു എക്സാമിലെ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരാൾ ഞാനാണ് ഒരുപക്ഷെ. കാരണം ഈ എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ച് അതിന്റെ ഒരു സന്തോഷം പറഞ്ഞത്, പലപ്പോഴും ക്ലാസ്സിൽ ഈ അഷ്ടപതിയാട്ടത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് കഥകളിയുമായി ബന്ധപ്പെട്ട സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ കുട്ടികൾ പലരും ചോദിക്കാറുണ്ട്, അവർ ആശങ്ക പങ്കുവയ്ക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ടോ, ഇതൊക്കെ നമ്മുടെ പരീക്ഷകളിൽ ഉൾപ്പെടുത്താറുണ്ടോ എന്നുള്ളത്. എന്നാൽ ഇന്ന് അവരുടെ പരീക്ഷകൾ അത് ഉൾപ്പെടുത്തി കണ്ടപ്പോൾ അവർക്ക് അത് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. നമുക്കറിയാം, അഷ്ടപതിയാട്ടം എന്ന് പറയുന്നത്, ഇതിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഗീതാ ഗോവിന്ദവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ കുറച്ച് കഥകളും കുറച്ച് ചരിത്രവും എനിക്കൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് അഷ്ടപതിയാട്ടത്തിന് കാരണമായ ജയദേവന്റെ ഗീതഗോവിന്ദത്തെ കുറിച്ച്. അവിടെയും ഒരു കുഞ്ഞു പ്രശ്നമുള്ളത്, ഈ ചോദ്യത്തിൽ ഒരു പദദോഷമുണ്ട്. എന്താണ് ആ പദദോഷം എന്നല്ലേ? സത്യത്തിൽ ഗീതാ ഗോവിന്ദം എന്നല്ല ബുക്കിന്റെ പേര്. ബുക്കിന്റെ പേര് ഗീത ഗോവിന്ദം എന്നാണ്. ഗീത ഗോവിന്ദം ഇതാണ് ബുക്കിന്റെ പേര്. ഓക്കെ. ഗീതാ ഗോവിന്ദം എന്ന് പറയുന്നത് നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ, അതുപോലെ തന്നെ അയ്യോ എന്തായിരുന്നു പുള്ളിക്കാരി, രശ്മിക അല്ലെ, രശ്മിക മന്ദാനയുടെ അല്ലെ, അവരുടെ ഒരു സിനിമയാണ് നിൻകെ നിൻകെ ചാലേ സകലെ, പാട്ടൊക്കെ വരുന്ന ഒരു സിനിമ അല്ലെ. അതാണ് ഗീതാ ഗോവിന്ദം. ഞാൻ പലപ്പോഴും എന്റെ ക്ലാസ്സുകളൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണത്. സത്യത്തിൽ ഈ പദം ശരിയായി ഉപയോഗിക്കുന്നത് ഗീതഗോവിന്ദം എന്നാണ്. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരള PSCക്കകത്ത് PSC ചോദ്യം തയ്യാറാക്കുന്ന അധ്യാപകർ പലപ്പോഴും അവരുടെ അക്ഷരശുദ്ധി, അതായത് പദശുദ്ധി ഒന്ന് പരീക്ഷിക്കേണ്ടതും നിർണ്ണയിക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടൊരു ഒരു കാര്യമാണ്. ശരിയായ പദം ഞാൻ പറഞ്ഞു ഗീതഗോവിന്ദം എന്നാണ്. ഗീതാ ഗോവിന്ദം എന്നൊരു ബുക്കേ ഇല്ല മലയാളത്തിൽ. ഓക്കെ, അതായത് ഒരു ബുക്കേ ഇല്ല. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് ആ സിനിമയുടെ സ്ക്രിപ്റ്റോ അങ്ങനെ വല്ലതും എടുക്കാം നമുക്ക്. ശരിയായ പദം ഏതാ? ഗീതാ ഗോവിന്ദം. ഈ ഗീതാ ഗോവിന്ദത്തിന്റെ, ക്ഷമിക്കുക, ഗീതഗോവിന്ദത്തിന്റെ ചരിത്രത്തിലേക്ക് വരണം. ഇത് എഴുതിയിരിക്കുന്നത് ജയദേവനാണ്. ആരാണ്? ജയദേവൻ. ജയദേവ കവി അല്ലെ, ജയദേവ കവി. അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചാണ്. ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചാണ്, ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. അതായത് അദ്ദേഹം ഇത് വേറെ എവിടെ വെച്ച് എഴുതിയിരുന്നുവെങ്കിലും ഇത് നമുക്ക് വിഷയമല്ല. അദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ച് എഴുതട്ടെ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ വഴിവക്കത്തിരുന്ന് എഴുതട്ടെ, എവിടെ വെച്ച് എഴുതട്ടെ, പക്ഷേ ഇത് എഴുതിയിരിക്കുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമുക്ക് പ്രധാനമാണ്. ഈ ഒരു ബുക്കിന്റെ പേര്, അവിടെ ഇരുന്ന് എഴുതുന്ന ബുക്കാണ് ഗീതഗോവിന്ദം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കഥ. തന്റെ ഭാര്യയ്ക്ക്, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ മികച്ചൊരു നർത്തകിയായിരുന്നു. പുള്ളിക്കാരിക്ക് നൃത്തം ചെയ്യാനായിട്ട് അദ്ദേഹം എഴുതി കൊടുത്ത ബുക്കിന്റെ പേരാണ് ഈ പറയുന്ന ഗീതഗോവിന്ദം. അപ്പോ അതിനെ ബേസ് ചെയ്ത രണ്ട് കൃതികൾ വരുന്നു, രണ്ട് കലാരൂപങ്ങൾ വരുന്നു. അതായത് ഇത് ഒഡീഷയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇത് ഒഡീസി എന്നൊരു നൃത്തരൂപത്തിലേക്ക് പോയി എടുക്കാം. അതായത് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളൊന്നായ ഒഡീസി, ഇത് ഒഡീഷയിലുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. ഈ നൃത്തരൂപം രൂപം കൊണ്ടിരിക്കുന്നത് തന്നെ ജയദേവന്റെ ഗീതഗോവിന്ദത്തെ ബേസ് ചെയ്തിട്ടാണ്. ജയദേവന്റെ ഗീതഗോവിന്ദത്തെ ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ അല്ലടാ? അപ്പൊ ജയദേവന്റെ ഗീതഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടിരിക്കുന്ന കലാരൂപമാണ് ഒഡീസി. ഇതിന്റെ കൂട്ടുപിടിച്ച് മലയാളത്തിൽ ഉണ്ടായ ഒരു കൃതിയുണ്ട്, ഒരു കലാരൂപമുണ്ട് ഗീതഗോവിന്ദത്തെ ബേസ് ചെയ്ത് മലയാളത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മലയാളവുമായിട്ട് വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന അഷ്ടപതിയാട്ടം. അഷ്ടപതിയാട്ടം. ഓക്കെ, അഷ്ടപതിയാട്ടം. ഈ അഷ്ടപതിയാട്ടത്തെ ബേസ് ചെയ്താണ് കോഴിക്കോട് മാനവേദൻ കൃഷ്ണനാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. കണക്ഷൻ കിട്ടി? അവിടെയാണ് കണക്ഷൻ വരുന്നത്. അതായത് കോഴിക്കോട് മാനവേദൻ എന്ത് തയ്യാറാക്കിയത്? കൃഷ്ണനാട്ടം തയ്യാറാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ജയദേവന്റെ ഗീതഗോവിന്ദത്തെ കൂട്ടുപിടിച്ചിട്ടാ. ഓക്കെ അല്ലെ? ഇനി ഈ അഷ്ടപതിയാട്ടത്തിന്റെ സ്വതന്ത്ര ഗാനശാഖ സോപാന സംഗീതമായി മാറുന്നു. എന്തായി മാറുന്നു? സോപാന സംഗീതം. ഇത് ഈ കൃഷ്ണൻ കോവിലുകളെ, കൃഷ്ണന്റെ അമ്പലങ്ങളിലെ കൊട്ടിപ്പാടലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സോപാന സംഗീതം.
എന്നാൽ ഇന്ന് ഈ സോപാന സംഗീതം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. സോപാന സംഗീതം ഇത് കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ്. തനതു സംഗീത ശാഖ, തനതു സംഗീത ശാഖ. ഇത് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം. ഓക്കെ അല്ലെ? ഇതിന്റെ കുലപതി എന്ന് പറയുന്നത് ഞെരളത്ത് രാമപൊതുവാൾ പൊതുവാൾ. പക്ഷെ കഥകളി സംഗീത കുലപതി ആരാ? കഥകളി സംഗീത കുലപതി എന്ന് പറയുന്നത് അത് കലാമണ്ഡലം ഹൈദരാലി. പേര് പറഞ്ഞേ, ഹൈദരാലി. കലാമണ്ഡലം ഹൈദരാലിയാണ്. ഈ ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയുടെ പേര് പഠിച്ചു വെച്ചോണം. ആത്മകഥയുടെ പേരാണ് സോപാനം. ഒന്നുകൂടെ, ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയുടെ പേരെന്താ? സോപാനം. ക്ഷേത്രങ്ങളിൽ സോപാനം എന്നറിയപ്പെടുന്ന ഭാഗത്തു നിന്നും കൊട്ടിപ്പാടുന്നത് കൊണ്ടാണ് ഈ കലാരൂപത്തിന് പേര് കൈവന്നത്. അപ്പൊ കൊട്ടിപ്പാടൻ ഒരു വാദ്യോപകരണയുടെ ആ വാദ്യോപകരണം 64/2025 KS-ന്റെ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വാദ്യോപകരണത്തിന്റെ പേരാണ് ഇടയ്ക്ക. ദേവവാദ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാദ്യോപകരണമാണ് ഇടയ്ക്ക. ഇടയ്ക്കയിലാണ് കൊട്ടിപ്പാടുന്നത്. ഈ മേഖലയിൽ ശ്രദ്ധേയനായ ഒരു കലാകാരനുണ്ട്, ഞെരളത്ത് ഹരിഗോവിന്ദൻ. കണ്ടിട്ടുണ്ടോ കക്ഷി നിങ്ങള്? ഈ ഞെരളത്ത് ഹരിഗോവിന്ദനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല, കാണിച്ചുതരാം. ഞെരളത്ത് രാമപൊതുവാൾ ഇതാണ്. അദ്ദേഹത്തിന്റെ മകനായ ഹരിഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ മകനാണ് കേട്ടോ ഹരിഗോവിന്ദൻ. ഇദ്ദേഹമാണ് ആള്, ഞെരളത്ത് ഹരിഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ മകനാണ് കക്ഷി, ഞെരളത്ത് ഹരിഗോവിന്ദൻ. ഓക്കെ അല്ലെ? ആളെ കിട്ടിയില്ലേ? സെറ്റ്. ഓക്കെ, നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോ ഈ സോപാന സംഗീതം രൂപം കൊണ്ടിരിക്കുന്നത് അഷ്ടപതിയാട്ടത്തിൽ നിന്നാ. നോക്കിയേ, കണ്ടോ? ഒരു അഷ്ടപതിയാട്ടം ഒരു ഗീതാഗോവിന്ദത്തിൽ നിന്ന് എവിടെയൊക്കെ പോയി? ഗീതാഗോവിന്ദത്തിൽ നിന്ന് രൂപം കൊണ്ടിരിക്കുന്ന ക്ലാസിക്കൽ നൃത്തരൂപത്തിന്റെ പേരെന്താണ്? ഒഡീസി. ഒഡീസി. ഈ ഒഡീസിയെ ചലിക്കുന്ന ഒരു പേരിട്ട് പറയില്ലേ? ചലിക്കുന്ന ശില്പം. കണ്ടോ? ചലിക്കുന്ന ശില്പം. അപ്പൊ ഞാനൊരു ചോദ്യം തരട്ടെ. ചലിക്കുന്ന കാവ്യം ഏതാ? ഉത്തരം കമന്റ് ചെയ്തേ. ചലിക്കുന്ന കാവ്യം ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേക്കെ. ചലിക്കുന്ന കാവ്യം സെറ്റല്ലേ? ചലിക്കുന്ന കാവ്യം ഏതാണ് എന്നുള്ളത് ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേക്കോ? കമന്റ് ചെയ്യുമല്ലോ, മിടുക്കർ, കമന്റ് ചെയ്തേക്കാം. അപ്പൊ ഈ ചോദ്യം സെറ്റല്ലടാ? സെറ്റല്ലേ? ബാക്കി ഓപ്ഷൻ ഇതൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞു വരാം. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു വശങ്ങളിലേക്ക് പോകുന്നില്ല. ഏകദേശം സെറ്റല്ലേ? അപ്പൊ എനിക്കൊരു സംശയം വരുന്നേ. ഇതേ നോക്കിയ ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥ കിട്ടി സോപാനം. അപ്പൊ ഈ പറയുന്ന കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥ ഏതാ? ആത്മകഥ അതാണ് മഞ്ചുതരം. എന്താണ്? മഞ്ചുതരം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ, അയ്യോ മാഷെ, മഞ്ചുതരം മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് പല അധ്യാപകരും പല ചാനലുകളിലും അല്ലെങ്കിൽ പല ആപ്ലിക്കേഷനുകളിലും ഞങ്ങൾക്കൊരു പേര് പറഞ്ഞു തരുമല്ലോ മാഷെ. ഓർത്താൽ വിസ്മയം അതെന്നാണ് അല്ലെ? അതപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് പോയി വരാം. ഇതേ നോക്കിയേ, ഇത് ഈ പറയുന്ന ഞെരളത്തല്ല, കലാമണ്ഡല ഹൈദരാലിയുടെ കഥ പറയുന്ന ഒരു കൃതിയാണ്. കലാമണ്ഡല ഹൈദരാലിയെ കുറിച്ച് കണ്ടോ? പദത്തിൽ ഇത് കലാമണ്ഡല ഹൈദരാലിയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കണ്ടന്റാ. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ കലാമണ്ഡല ഹൈദരാലിയെ കുറിച്ചുള്ള കുറിപ്പ് വരുന്നു. അവിടെ വ്യക്തമായിട്ട് അതാ നോക്കിയേ, അദ്ദേഹത്തിന്റെ ആത്മകഥ മഞ്ചുതരമെന്നും അദ്ദേഹത്തിന്റെ ബുക്ക് ഓർത്താൽ വിസ്മയം എന്നും തന്നിട്ടുണ്ട്. ഇവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ എന്ന് എഴുതിയിട്ട് ഓർത്താൽ വിസ്മയം കഴിഞ്ഞ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആത്മകഥ, അത് മഞ്ചുതരം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? മഞ്ചുതരം. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ മാഷെ, അപ്പൊ ഓർത്താൽ വിസ്മയം എന്താ? ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ഓർത്താൽ വിസ്മയം. ഓക്കെ അല്ലെ? മക്കളെ ഓർത്തു വെക്കുക, ഇദ്ദേഹം കഥകളിയിലെ ഒരു പൊന്നാനിക്കാരനായിരുന്നു എന്ന് ഞാൻ പറയും. എന്താണ്? പൊന്നാനി. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, അയ്യോ മാഷെ, പൊന്നാനി എന്താ? പൊന്നാനി ഒന്നാം ഗായകൻ. ഈ ചിത്രം തന്നെ നോക്കിയേ. ഈ ചിത്രത്തിൽ തന്നെ കക്ഷിയുടെ കയ്യിലിരിക്കുന്ന വാദ്യോപകരണം കണ്ടോ? ശ്രദ്ധിച്ചോ? ഇത് കക്ഷിയുടെ കയ്യിലിരിക്കുന്ന വാദ്യോപകരണം ഇതാണ് ചേങ്ങില. എന്താണ്? ചേങ്ങില. ഒന്നാം ഗായകൻ എന്തുപയോഗിക്കുന്നു? ചേങ്കില അല്ലെ? ചേങ്ങില. ഇനി രണ്ടാം ഗായകനെയാണ് നമ്മൾ ശിങ്കിടി എന്ന് വിളിക്കുക. ശിങ്കിടി.
അല്ലെ? ശിങ്കിടി. അവൻ രണ്ടാം ഗായകൻ. ഗായകൻ. അവനുപയോഗിക്കുന്നതോ? അവനുപയോഗിക്കുന്നത് ഇലത്താളം. ഇലത്താളം. ഓക്കെ അല്ലേ? ഇവയാണ് പ്രധാനമായും ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കേണ്ടത്. സെറ്റ് അല്ലേ? ഇതായിരുന്നു ചോദ്യം. കുറെ കാര്യങ്ങൾ നമ്മൾ അഡിഷണൽ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോ കുറച്ചേറെ കുട്ടികൾ കോൺടാക്ട് ചെയ്തിരുന്നു. അവര് കുറച്ചേറെ കുട്ടികൾ ചോദിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ കോഴ്സ്, ഈ കോഴ്സ് നമുക്ക് മെയിൻസിന് ഉപയോഗിക്കാൻ പറ്റുമോ? മെയിൻസിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും മക്കളെ. മെയിൻസിന് മലയാളത്തിൽ നിന്ന് 13 മാർക്കും, കലാസാഹിത്യത്തിൽ നിന്ന് 11 മാർക്ക്, അതായത് ടോട്ടൽ 24 മാർക്കാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് PSC ചോദിക്കുന്നത്. മെയിൻസിലേക്ക് വരുമ്പോൾ 24 മാർക്ക് ഡിഗ്രി മെയിൻസിന്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഒരു കാര്യം കൂടെ, കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന് 25 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് 100ൽ 25 എന്ന് പറയുമ്പോൾ നോക്കിയ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഭാഗത്തിന്. അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഞാൻ തരുന്ന എന്റെ കോഴ്സ്. ഓക്കെ, ഞാൻ അത്രയും അഹങ്കാരത്തോടെ ആവേശത്തോടെ ഇത് പറയുന്നതിന് ഒരു കുഞ്ഞു കാരണമുണ്ട്. ഞാൻ ഈ പറയുന്നതിനകത്തുനിന്നാണ് നമ്മുടെ മെജോറിറ്റി ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ മെജോറിറ്റി ചോദ്യങ്ങൾ വരുന്നത് എന്റെ ഈ ഭാഗത്തുനിന്ന് തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത്രയേറെ ഞാൻ ഇതിന്റെ അകത്ത് എഫേർട്ട് ഇടുന്നുണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് തരുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഞാൻ എഫേർട്ട് ഇട്ട് എത്രമാത്രം കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പൊ നിലവിലുള്ള കോഴ്സ്, നിലവിലുള്ള നമ്മുടെ, അതായത് ആപ്പിനകത്ത് നിലവിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ് മലയാളം, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമൺ കോഴ്സ് പോകുന്നത്. ഈ കോഴ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത്, പേയ്മെന്റ് എന്ന് പറയുന്നത് 499 ആണ്. നിങ്ങൾക്ക് 1 ഇയർ ആണ് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. 1 ഇയർ നിങ്ങൾക്ക് ആപ്പിനകത്തുള്ള മുഴുവൻ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ അല്ലെ? ക്ലാസ്സുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾ, നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ അത് വീഡിയോസ് പുറത്തേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതേസമയം എന്ത് ചെയ്യാം, നമുക്ക് നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും പ്രിന്റ് എടുക്കുന്നതിനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഈ ഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും. അത് മെയിൻസിനായിക്കോട്ടെ, വരുന്ന LDC എക്സാമിന് ഈ പറഞ്ഞതുപോലെ. അതുപോലെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് സാറേ ഈ കോഴ്സ് നമുക്ക് LDCക്ക് എടുക്കാമോ? ഉറപ്പായിട്ട് എടുക്കാം. ഉറപ്പായും എടുക്കാം. LDCക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ കോഴ്സിലൂടെ പറ്റും. ഓക്കെ അല്ലെ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റ കാര്യം ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ആപ്പിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് പ്ലേ സ്റ്റോറിൽ കയറി ഈ പേര് ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കി നിങ്ങൾ കോഴ്സിന്റെ കാര്യങ്ങൾ ബാക്കി തീരുമാനിക്കാം. ഓക്കെ അല്ലെ? ശരി, മുമ്പോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ഈ ചോദ്യം നോക്കിയേ. ഈ അടുത്തും ഞാൻ നോക്കുമ്പോ ഒരു കക്ഷി ഇങ്ങനെ വളരെ ഖണ്ഡകഠോരം പറയുന്നുണ്ട്, PSC മലയാളത്തിനകത്ത് വ്യാകരണം ഒന്നും ചോദിക്കില്ല എന്ന്. ഈ വർഷം കൃത്യം പറഞ്ഞാൽ ഈ മാസം PSC ചോദിച്ചാണ് സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാ? പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ള മക്കളെ, സൗണ്ടിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് 1-2 ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പറഞ്ഞിരുന്നു. സത്യത്തിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ എന്റെ ഷർട്ടിലൊന്നും തന്നെ, ഈ ലേശം വേർതിരിക്കുന്നല്ലാതെ ഞാൻ എന്റെ ഷർട്ടിലൊന്നും തന്നെ മൈക്കുകളൊന്നും അഡീഷണൽ ഉപയോഗിക്കുന്നതല്ല. അതായത് ഞാൻ എടുക്കുന്ന ലാപ്പിൽ ഞാൻ നോർമൽ മൈക്ക്, നമ്മുടെ ലാപ്പിന്റെ നോർമൽ മൈക്കിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു മൈക്കിലേക്ക് പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മൈക്ക്, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ ശബ്ദം കുറച്ചുകൂടെ ക്ലിയർ ആവണം, ശബ്ദം നിങ്ങൾക്ക് ഒട്ടും കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മൈക്കിനെ കുറിച്ച് പരിഗണിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ശബ്ദത്തിൽ എന്തെങ്കിലും ഒരു പതർച്ച ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നത്. എങ്കിലും എപ്പോഴും ഇല്ല എന്ന് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് അത് വരും, സ്വാഭാവികമാണ് മക്കളെ. എത്രയൊക്കെ തന്നെ മെഷീനെ നമ്മൾ വിശ്വസിച്ചാലും മെഷീന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ ശബ്ദത്തിൽ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ശബ്ദം നേരിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലെ? ഓക്കെ, ശരി, സന്തോഷം. മുമ്പോട്ട് പോകുന്നു. ഈ ചോദ്യം നോക്കിയേ. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാ? ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാ? സംയോജികയും പ്രയോജികയും സംബന്ധികയും പ്രതിഗ്രാഹിയും ഒക്കെ ഇവിടെ ഓപ്ഷനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ വിഭക്തി എന്ന് പഠിക്കാമോ അല്ലെ? വിഭക്തി എന്ന് പഠിക്കാം. നോക്കിയേ, വിഭക്തികൾ പ്രധാനമായും 7 എണ്ണം ഉണ്ട്. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രതിഗ്രാഹിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇവയാണ്. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക,
ഒന്നുകൂടെ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഓക്കെ അല്ലടാ. അപ്പൊ നിങ്ങൾ പറയില്ലേ ഇതിനെയാണ് പണ്ട് നമ്മൾ എന്തായിട്ട് പഠിച്ചത്? നിപ്രസം ഉപ്രസം ആ അല്ലെ? എങ്ങനെ പഠിച്ചു? നിപ്രസം ഉപ്രസം ആ എന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? നിപ്രസം ഉപ്രസം ആ. ഞാൻ അതൊന്ന് എഴുതി തരാം. ഇത് നോക്കിയേ. നിപ്രസം നിപ്രസം ഉപ്രസം 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 ആ അല്ലെ? നിപ്രസം ഉപ്രസം ആ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നമ്മൾ പറഞ്ഞ വിഭക്തി. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, അതുപോലെ തന്നെ ഏതാ? പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇതിൽ തന്നെ നിർദ്ദേശിക, ഇത് നമ്മൾ നിർദ്ദേശിക്കുന്നതായിട്ട് ഓർത്താൽ മതി. നിർദ്ദേശിക്കുക, നമുക്ക് ഒരാളെ ഉപദേശിക്കാൻ പ്രത്യേകിച്ച് ആരുടെയും പ്രത്യയങ്ങളുടെ ആവശ്യമില്ല അല്ലെ? ഫ്രീ ആണ് നമുക്ക്. പക്ഷെ നമ്മളാരും ഉപദേശിക്കാൻ പാടില്ല. നമുക്ക് ആരെ വേണമെങ്കിലും ഉപദേശിക്കാം. സോ അതിനെന്തില്ല? പ്രത്യയം ഇല്ല. പ്രത്യയം നഹി ഹേ. പ്രത്യയം ഇല്ല. പ്രത്യയം നഹി ഹേ. അപ്പോ ഒരു വാക്ക് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പദം അതേപോലെ തന്നെ എടുത്താൽ മതി. മനുഷ്യൻ, അല്ലെങ്കിൽ മനു, അല്ലെങ്കിൽ കിരൺ, അല്ലെങ്കിൽ രാമൻ, അല്ലെങ്കിൽ മിനി, അല്ലെങ്കിൽ സീത, അല്ലെങ്കിൽ ചന്ദ്ര, എന്തുകൊണ്ട് എടുക്കാം? അല്ലെങ്കിൽ അശ്വതി. ഞാനൊരു വാക്ക് എടുക്കുന്നു, ഒരു പേരൂടെ എടുക്കുന്നു, അശ്വതി. അശ്വതി. ഓക്കെ അല്ലെ? ഇനി നോക്കിയേ, പ്രതിഗ്രാഹികയാണെങ്കിലോ? പ്രതിഗ്രാഹിക, അതിന് പ്രത്യയമുണ്ട്. എ അല്ലെങ്കിൽ എ ആണ് പ്രത്യയം. എ അല്ലെങ്കിൽ എ ആണ് പ്രത്യയം. പ്രതിയെ പിടിക്കാൻ പോലീസ് പോയി. പ്രതിയെ പിടികൂടി. പ്രതിയെ കിട്ടി. പ്രതിയെ പ്രതിയെ എന്നല്ലേ നമ്മൾ എപ്പോഴും പറയാം. അതുകൊണ്ട് തന്നെ എ വെക്കുക. അതായത് ഒരു പേരിന്റെ കൂടെ എ എന്ന ശബ്ദം വെച്ച് കഴിഞ്ഞാൽ അത് പ്രതിഗ്രാഹിയായി. നോക്കിയേ, മനുഷ്യനെ, രാമനെ, അശ്വതിയെ, അശ്വതിയെ, കണ്ടോ? അശ്വതിയെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ പ്രതിയെ എ, അതായത് എ എന്ന ശബ്ദം വന്നു കഴിഞ്ഞാൽ എന്താണ്? പ്രതിഗ്രാഹിയാണ്. ഇനി സംയോജിക, സംയോജിപ്പിക്കാൻ, സംയോജികയോട്, സംയോജികയോട്, അങ്ങനെയാണ് പഠിച്ചു വെക്കുക. പ്രതിഗ്രാഹികയെ സംയോജികയോട്, പ്രതിഗ്രാഹികയെ സംയോജികയോട്, അതായത് സംയോജികയ്ക്ക് ഓട് അല്ലെങ്കിൽ ഓട്. മനുഷ്യനോട്, രാമനോട്, മനുവിനോട്, വിനുവിനോട്, അശ്വതിയോട്, ോ അശ്വതിയോട്, ഓട് ശബ്ദം. ഓക്കെ അല്ലെ? ഇനി ഉദ്ദേശിക്കുകയാണെങ്കിലോ? എനിക്ക് ഉദ്ദേശിക്കാൻ പലതും ഉണ്ടാകും. അല്ലെങ്കിൽ എനിക്ക് ഉദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ, എനിക്ക് ഉദ്ദേശിക്കാൻ എന്തൊക്കെയാണുള്ളതെന്നറിയോ? എനിക്ക് ഉദ്ദേശിക്ക് അല്ലെ? ഉദ്ദേശികക്കിന്, 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 ഉദ്ദേശിക ഇക്കന്, ഉദ്ദേശികക്കിന്, മനുഷ്യന്, രാമന്, വിനുവിന്, കിരണിന്. പക്ഷേ സ്ത്രീ ശബ്ദത്തിലേക്ക് വരുമ്പോൾ സ്ത്രീക്ക്, സീതയ്ക്ക്, അശ്വതിക്ക്, കണ്ടോ? അശ്വതിക്ക്, അശ്വതിക്ക്, കിടക്കട്ടെ, അശ്വതിക്ക്. ഓക്കെ അല്ലെ? ഇത് ഉദ്ദേശിക്കാൻ. എങ്കിൽ പ്രയോജിക, പ്രയോജിക, അവനാൽ എന്തോ പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ അവന്റെ പ്രയോജനത്താൽ, അല്ലെങ്കിൽ അവനാൽ അല്ലെ, ഇവനാൽ നിനക്കൊരു പ്രയോജനമുണ്ട്. രാമനാൽ, മനുഷ്യനാൽ അല്ലെ, സീതയാൽ, അശ്വതിയാൽ, അശ്വതിയാൽ, കണ്ടോ? അശ്വതിയാൽ പ്രയോജനം, മനുവിനാൽ പ്രയോജനം, കിരണിനാൽ പ്രയോജനം, അനൂപിനാൽ പ്രയോജനം. ഓക്കെ അല്ലെ? ഇനി നോക്കിയേ, സംബന്ധിക, ഇന്ത്യയുടെ, സംബന്ധിക, ഇന്ത്യയുടെ അല്ലെ, സംബന്ധികേന്റെ കൂടെ, സംബന്ധികേന്റെ കൂടെ. ഓക്കെ അല്ലെ? സംബന്ധികേന്റെയുടെ. ഓക്കെ. ഇപ്പൊ നമ്മുടെ കാപ്പ സാർ അല്ലെ, നിങ്ങൾക്ക് കാപ്പ സാറിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ജോസ് സാറിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അപ്പൊ ജോസ് സാറിന്റെ വിവാഹം ഈ അടുത്തിടെയാണ് നടന്നത് അല്ലെ? അപ്പൊ ജോസ് സാറിന്റെ വിവാഹം അടുത്തിടെ നടന്നു അല്ലെ? അപ്പൊ ജോസ് സാറിന്റെ ഭാര്യയുടെ അല്ലെ, ജോസ് സാറിന്റെ ഭാര്യയുടെ അല്ലെ, അപ്പൊ ജോസ് സാറിന്റെ എന്ന് പറയുമ്പോ ഇന്ത്യ കൊടുത്തു നമ്മള് അല്ലെ? പുള്ളിക്ക് സംബന്ധം വന്നു. ആരുമായി? ഭാര്യയുമായി. അപ്പൊ ഭാര്യയുടെ കണക്ട് ചെയ്തൂടെ? വെറുതെ ഇടാ, എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള, എനിക്ക് എത്രയേറെ സ്നേഹമുള്ള ആൾക്കാരെല്ലാം എനിക്ക് പറയാൻ പറ്റൂ അല്ലെ? ശരി, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മനുഷ്യന്റെ, രാമന്റെ അല്ലെ, രാമന്റെ, നമ്മുടെ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന പ്രദീപ് സാറിനെ അറിയില്ലേ നിങ്ങൾക്ക്? യെസ്, പ്രദീപ് സാറിന്റെ ഇന്ത്യ, ഇന്ത്യ എന്ന ശബ്ദം വരുന്നുണ്ടോ അവിടെ അല്ലെ? അപ്പൊ മനുഷ്യന്റെ അല്ലെങ്കിൽ രാമന്റെ. ഒരു കാര്യം ചെയ്യാം, ഇതാ നോക്കിയേ, ഉടേ വന്നു കഴിഞ്ഞാൽ സ്ത്രീലിംഗത്തിന് ഉടേ കൊടുക്കുക, സ്ത്രീ ശബ്ദങ്ങളിൽ ഉടേ കൊടുക്കണം. അശ്വതിയുടെ, അശ്വതിയുടെ, യുടെ, അശ്വതിയുടെ. ഓക്കെ അല്ലെ? അത് സംബന്ധിക. അപ്പൊ സംബന്ധികന്റെ, സംബന്ധികന്റെ അല്ലെങ്കിൽ സംബന്ധികയുടെ ഇന്ത്യ,
സംബന്ധികയുടെ ഇന്ത്യ എന്ന് ഓർത്താലിച്ചാലും മതി. പുരുഷന് ഇന്ത്യയും സ്ത്രീ ആണെങ്കിൽ ഉടയും കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി ആധാരികയിൽ കൽ, ആധാരികയിൽ കൽ, അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ആധാരികയിൽ കൽ, എങ്ങനെ? ആധാരികയിൽ കൽ. നോക്കിയേ, ആധാരികയിൽ കൽ. മനുഷ്യനിൽ, രാമനിൽ, കിരണിനിൽ, അനുവിൽ. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ഒരു കാര്യം ചെയ്യാം നമുക്ക്. മനുഷ്യനിൽ അത് ഇല്ലെന്താണ്? ഇല്ലം കല്ലും വരും അല്ലേ? അല്ലെ? അശ്വതിയിൽ നോക്കിയേ, അശ്വതിയിൽ അവൻകൽ, അവൻകൽ, രാമങ്കൽ എന്നൊക്കെ പറയില്ലേ? അതേപോലെ കണ്ടോ, ഇതാണ് വിഭക്തി. എന്ത് എളുപ്പമാടാ, സിമ്പിൾ ആയിട്ട് പഠിച്ചൂടെ? കുഞ്ഞു കാര്യമല്ലേ, ഉമ്മണി കാര്യമല്ലടാ, ശരിയല്ലേ ഉള്ളൂ. പഠിച്ചൂടെ? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി നോക്കിയേ, ഇവിടെ നമ്മുടെ ചോദ്യം, സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികളെ, പ്രത്യയം എ പ്രത്യയം. ദേ നമുക്കറിയാം, എ പ്രത്യയം വന്നു കഴിഞ്ഞാൽ പ്രതിയെ, പ്രതിയെ, പ്രതിഗ്രാഹിക, പ്രതിയെ, 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 അല്ലെ? ഇത്രയേ ഉള്ളൂ. ഇതേപോലെ സെന്റൻസ് വെച്ച് തന്നെ മാക്സിമം വാക്കുകൾ ട്രൈ ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. എനിക്ക് കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങത് മാത്രം പറഞ്ഞു തന്നല്ലടാ. നമുക്ക് ഇവിടെ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ബോറായി തോന്നും, മാഷ് ഒരുപാട് കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് തോന്നും, വിട്ടേക്ക്. അപ്പൊ ഈ ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചോണം, വർക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ, ടെൻഷൻ വേണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ദേ അടുത്ത ചോദ്യം നോക്കിയേ. ഹാ വിജുഗീഷി, സോറി, ഹാ വിജുഗീഷു, മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപടം താഴ്ത്താൻ. അല്ലെ? സത്യത്തിൽ എനിക്ക് ഒരുപാട് വിവരിക്കാൻ തോന്നുന്ന ഒരുപാട് മനോഹരമായ ഒരു വരിയാണ് കേട്ടോ. ഈ വരി ഏത് കൃതിയിലാണെന്നാ ചോദ്യം. സത്യത്തിൽ ഈ വരിയുടെ കർത്താവിനെയാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ഈ വരിയുടെ കർത്താവ് എന്ന് പറയുന്നത് വൈലോപ്പിള്ളിയാണ്. ആരാണ്? വൈലോപ്പിള്ളി. വൈലോപ്പിള്ളി. എന്റെ ലോകക്ക് ഇങ്ങോട്ട് പോകുന്നു അല്ലെ? വൈലോപ്പിള്ളി, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന്റെ കന്നിക്കൊയ്ത്തിലേതാണ് ഈ വരികൾ. വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിലേതാണ് ഈ വരികൾ. കന്നിക്കൊയ്ത്താണ്, കന്നിക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവിയാണ് വൈലോപ്പിള്ളി. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി. ഒന്നുകൂടെ, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്. ഓക്കെ, എല്ലുറപ്പുള്ള കവിതകളുടെ കവി. എങ്ങനെ? കാച്ചിക്കുറുക്കിയതാ, കാച്ചിക്കുറുക്കിയ, കാച്ചിക്കുറുക്കിയ, കാച്ചി കുറുക്കിയ, കാച്ചിക്കുറുക്കിയ, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി അല്ലെ? അല്ലെങ്കിൽ പിന്നെ എല്ലുറപ്പുള്ള കവിതകളുടെ കവി, എല്ലുറപ്പുള്ള കവിതകളുടെ കവി, എല്ലുറപ്പുള്ള കവിതകളുടെ കവി അല്ലെ? എന്നൊക്കെയാ നമ്മൾ ആരെ വിശേഷിപ്പിക്കുക? വൈലോപ്പിള്ളി. അതായത് മലയാളത്തിന്റെ ശ്രീ എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ചോദിക്കത്തില്ലേ, പക്ഷെ ഇദ്ദേഹത്തിന്റെ അല്ലേ അടുത്ത കാലത്ത് ചോദിച്ച മിക്ക വരികളും ആണ്, ആണ് അല്ലെ? അത് പുഞ്ചിരിഹ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടണം. 2025 PS ചോദിച്ച അവസാനത്തെ കവിത ഈ മനുഷ്യനെ കുറിച്ചാ. അതും കുടിയൊഴിക്കല്ല. അതെവിടെ? കുടിയൊഴിക്കലിൽ. പുഞ്ചിരിഹ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, പക്ഷെ നേരിനെ കാട്ടുന്നതിന്റെ കൂടെ ഈ അടുത്ത PS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് കാട്ടിത്തരാമോ? കാട്ടിത്തരാലോ, കാട്ടിത്തരാലോ. ദേ നോക്കിയേ, ഇത് നോക്ക്, ഇത് നോക്കിയേ. ഇത് നമ്മുടെ ഈ അടുത്ത് നടന്ന 38/2024, 38/2024 എന്ന് പറയുമ്പോൾ 38 അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാം. ഏതാ? അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിന് ഇതാ വന്ന ചോദ്യം നോക്കിയേ. ഇതാ, ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടപ്പോൾ കാണുമോ വേറെങ്ങാനും. എങ്ങനെ? ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടപ്പോൾ കാണുമോ വേറെങ്ങാനും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വരികൾ എവിടെയാണ്? ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടപ്പോൾ കാണുമോ വേറെങ്ങാനും. ഇതാ നോക്കിയത് +1 ടെക്സ്റ്റ് ബുക്കാണ്. +1 ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേരാണ് ഈ കാണുന്ന ഊഞ്ഞാലിൽ എന്ന കവിത. ഏതാണ്? ഊഞ്ഞാലിൽ എന്ന കവിത. മക്കളെ നോക്കിയേ, ഊഞ്ഞാലിൽ എന്ന കവിത. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നോക്കിയേ, ഒരു വെറ്റില 100 തേച്ച് നീ തന്നാലും ഈ തിരുവാതിര രാവ് താമ്പൂല പ്രിയയല്ലേ എന്നാണ് അല്ലെ? ഈ തിരുവാതിര രാവ് താമ്പൂല പ്രിയയല്ലേ, ഈ തിരുവാതിര രാവ് താമ്പൂല പ്രിയയല്ലേ. ഇതാ നോക്കിയേ, ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മേളിലോട്ട് പോകുമ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പ് ഇവിടെ പോൽ കാണുമോ വേറെങ്ങാനും. എടാ ഇത് പറയാൻ ഈ മുതലിനല്ലാതെ ആർക്ക്? വൈലോപ്പിള്ളിക്ക് അല്ലാതെ ആർക്ക് കഴിയും? അപ്പൊ ഇത് ആരുടേതാ? വൈലോപ്പിള്ളിയുടേതാ. പഠിച്ചോണം.
അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ മാഷെ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഇതിന് സമാനമായ വേറെ ഏതെങ്കിലും വരി മാഷിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ അന്നും ആ കവിത പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ അതായത് ഈ +1 ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്ന സന്ദർശനം എന്ന കവിതയിലാ. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചു പറ്റി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മക്കളെ വിരഹത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രണയത്തിന്റെ ഏറ്റവും ഭംഗി അല്ലെങ്കിൽ പ്രണയത്തെ ഏറ്റവും ഭംഗിയായി വർണ്ണിക്കാനായിട്ട് കഴിയുന്നത് വിരഹികൾക്ക് മാത്രമാണ്. അതായത് പ്രണയം ഭംഗപ്പെട്ടു പോയവനാ, പ്രണയം കൈവിട്ടു പോയവനാ, പ്രണയം തകർന്നവന് മാത്രമേ പ്രണയത്തിന്റെ ഭംഗി ഏറ്റവും മനോഹരമായിട്ട് വർണ്ണിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ദാ ഈ മുതൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വരി നോക്കിയേ. അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. അല്ലെ? അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. ആരുടെ വരിക? ചുള്ളിക്കാട് മാഷിന്റെ. ഇനി ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ചങ്ങമ്പുഴയുടെ മനസ്സിനിലെ വരിക. വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവും മുഴുകട്ടെ. ചങ്ങമ്പുഴേന്റെതാ അല്ലെ? എടാ ഇവിടെ എല്ലാം ഈ വരികളിലെല്ലാം എന്താ അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിന് അഴിമുഖം നമ്മൾ കാണാതിരിക്കും. ഇവയിലൊന്നും തന്നെ ഈ പ്രണയത്തിന്റെ അകത്ത് പ്രണയഭംഗം സംഭവിക്കുക സ്വാഭാവികമാണ്. പ്രണയഭംഗം സംഭവിക്കുക സ്വാഭാവികം. അത് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ അതിന്റെ അകത്ത് പ്രണയഭംഗം സംഭവിക്കുക സ്വാഭാവികം. പക്ഷേ ആ പ്രണയഭംഗം സംഭവിച്ചതിന്റെ പേരില് തനിക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെയായിരുന്നാലും നശിച്ചു പോട്ടെ എന്ന് പറയുന്നതോ, തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ആർക്കും കിട്ടണ്ട എന്ന് പറഞ്ഞ് അതിന്റെ ആ ജീവിതം തന്നെ തുലയ്ക്കുന്ന ഒന്നുമല്ല. തന്നെ വിട്ടുപോയത് അല്ലെങ്കിൽ തനിക്ക് നഷ്ടമായി പോയത് എവിടെയായിരുന്നാലും നന്നായിരിക്കട്ടെ എന്ന് മാത്രം അല്ലെ മാത്രം ആശിച്ച എന്ന് മാത്രം ആഗ്രഹിച്ച ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു അല്ലെ? ഇന്ന് ഈ പറയുന്ന പ്രണയപ്പകയിൽ നീറിപ്പോകാത്ത സ്വന്തം ജീവിതത്തെ അതിലേക്ക് ഹോമിച്ച് അവളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ അവന്റെ ഓർമ്മകളിൽ ശിഷ്ടജീവിതം ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുന്ന, മനോഹരം എന്ന് പറയാനുള്ള ഒരു കാരണം ഉണ്ടാ, അവിടെ തീരുന്നതല്ല ജീവിതം, അതിനുശേഷം പിന്നെയും ഒരു ജീവിതമുണ്ട് അല്ലെ? നമ്മൾ പറയത്തില്ലേ ഉറപ്പായിട്ട് അത് ഈ പറയും പോലെ അത് വിട്ടുപോയെങ്കിൽ വിട്ടുപോട്ടെ അല്ലെ? വിട്ടുപോയെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോ അയാൾക്ക് നമ്മളെക്കാളും നന്നായി ഒന്ന് അല്ലെങ്കിൽ നല്ലതൊന്ന് എവിടെയോ നല്ലതൊന്ന് അവരുടെ കണ്ണിൽ പെട്ട് കാണണം അല്ലെ? അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ നല്ലതൊന്ന് വരുമെങ്കിൽ നമുക്കും അതിൽ നല്ലതൊന്നും വരില്ലേ? സ്വാഭാവികം. അത്രയേ ഉള്ളൂ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വീട്ടലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിക്കലല്ല. ഇപ്പൊ എവിടെയായിരുന്നാലും നന്നായിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം മനസ്സിൽ സൂക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്ന എത്രയോ നല്ല കാമുകന്മാരും കാമുകിമാരും നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് അവൾ എവിടെയായിരുന്നാലും നശിച്ചു പോട്ടെ എന്ന് പറയുന്ന കാലത്താ അല്ലെ? അവിടെയാണ് നോക്കിയേ ഈ പറയുന്ന ഓരോ വരികളും പ്രസക്തമാകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ മാഷെ ഞങ്ങള് ഈ യൂട്യൂബിലും ടെലിഗ്രാമിലും റീൽസിനും ഒക്കെ തന്നെ കാണുന്ന ഒരു വരിയുണ്ടല്ലോ സാറേ, അവൾ അപങ്കില ദൂരെയാണെങ്കിലും എങ്ങനെയാ കേട്ടിട്ടുണ്ടോ വരികള്? കൽപ്പറ്റ സാറിന്റെ വായിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അവൾ അപങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്ക് എപ്പോഴും കൂട്ടനായി കഠിനകാലം കഥനമൊരൽപ്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ അല്ലെ? അത്രേ ഉള്ളൂ. അവൾ അപങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്ക് എപ്പോഴും കൂട്ടിനായി കഠിനകാലം കഥനമൊരൽപ്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ അല്ലെ? ഈ കണ്ണീരിന്റെ ഉപ്പ് കുടിക്കാതെ നല്ലതായി പോട്ടെ അല്ലെ? അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഈ വരികളുടെ കർത്താവ് ആരാണ്? ഈ വരികളുടെ കർത്താവിനെ കുറിച്ച് പല ചർച്ചകൾ പലയിടത്തും നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ചങ്ങമ്പുഴയാ പറയാറുള്ളത്. ചങ്ങമ്പുഴയല്ല, ഇത് ഇടപ്പള്ളിയുടെ വരികളാ. ഇടപ്പള്ളിയെ വിഷാദിയായ ആ മുതലിന്റെ വരികളാ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിഷാദത്തിന്റെ കവി എന്ന് വിളിച്ചത്. അത് അദ്ദേഹത്തിന്റെ വരിക. അത് ഈ പറയാനായിട്ട് ഒരുപാട് വരികൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇത്രയും നേരം വെച്ചിരുന്ന ഇത് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഇത് ഓരോന്നും എടുത്തോണേ. ഇതൊക്കെ നല്ല വരികളാ. ഈ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല വരികൾ. പ്രത്യേകിച്ച് സമകാലീന വാർത്തകളൊക്കെ നോക്കുമ്പോൾ ഈ വരികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ? ഇത്രേ ഉള്ളൂടോ. കിടക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. മുഖവുരകളില്ല, വീണ്ടും മുമ്പോട്ട് പോകുന്നു. ഉന്നിദ്രം എന്ന പദം തിരിച്ചെഴുതിയാൽ എങ്ങനെ കിട്ടും? ഉന്നിദ്രം മക്കളെ എപ്പോഴും ശ്രദ്ധിക്കുക. സന്ധി എന്ന സമയത്ത് ഈ പ്ലസിന് മുമ്പ് വരുന്ന പദം തകാരവും പ്ലസിന് ശേഷം വരുന്നത് ഒരു അനുനാസികവുമാണെങ്കിൽ ഈ തകാരം അല്ലെങ്കിൽ ഖരം മാറി അതേ അനുനാസികം പകരം വരും. ഇവിടെ തായും നായും ആവണം ചേരേണ്ടത്, തായും നായും. അങ്ങനെയാണെങ്കിൽ താ കട്ടായി അവിടെ ന് വീണ്ടും വരുന്നു, രണ്ട് നാ ചേരുമ്പോൾ ഇന്നാന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഇതാണ് ശരിയായ ഉത്തരം. ഉത് അധികം നിദ്രം, ഉന്നിദ്രം. സെറ്റല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ പക്ഷെ ഇതേപോലെ ഒരു വാക്ക് 149/25 ചോദിച്ചു. ജഗന്നാഥൻ, ജഗത് അധികനാഥൻ. കണ്ടോ? ജഗത് അധികനാഥൻ. തകാരം ക്യാൻസൽ ആകുന്നു, അവിടെ ആഗമിക്കുന്നു, രണ്ട് നായും ചേരുമ്പോൾ
ജഗന്നാഥൻ എന്ന് കിട്ടുന്നു. ഇതാണ് ശരി, ഇതാണ് ശരി. അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, പക്ഷെ ഇളം നീരെന്ന് എങ്ങനെയാ ശരിയായിരുന്നത്? ഇളം നീര് എന്നാണോ, അല്ലെങ്കിൽ ഇളനീര് എന്നാണോ, അല്ലെങ്കിൽ ഇളം ഇളം നീര് എന്നാണോ എന്നൊക്കെ. ഇതിന്റെ ഉത്തരം അല്ലെങ്കിൽ ഇത് എങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാ നോക്കിയേ, ഇളം അധികം നീര്, ഇളം അധികം നീര്. പൂർവ്വ പദാന്ത്യത്തിൽ ഒന്നുമില്ലടാ, പ്ലസിന്റെ മുമ്പ് അം വരണം, അനുസ്വാരം. പ്ലസിന് ശേഷം ഒരു അനുനാസികം വരണം. എങ്കിൽ ആ അനുനാസികം ഈ അമ്മിനെ, ഫ്രണ്ടിലുള്ള അനുസ്വാരത്തെ കട്ട് ചെയ്ത് അതേ അനുനാസികമായി വരും, അല്ലെങ്കിൽ അതേത് ശബ്ദമാണെങ്കിലും അതിന്റെ അനുനാസികമായി വരും. പൊതുവെ അത് വർഗാക്ഷരമായിരിക്കണം എന്നുള്ളൂ. വർഗാക്ഷരം എന്ന് പറയുന്നത് ഏതാ? ക, ച, ഡ, ത, പ, അല്ലെ? ഈ വർഗാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണമെന്നേ ഉള്ളൂ. അതിലുള്ള 25 അക്ഷരങ്ങളിൽ ഏത് വന്നാലും അതിന്റെ അനുനാസികം വരും. അപ്പോ ഒരു ന് കൂടെ വരും, രണ്ട് നാ ചേരുമ്പോ ഇങ്ങനെ കിട്ടും, ഇളനീര്. ഇതാണ് ശരിയായ പദം. ഇളനീരെന്ന് എഴുതുന്നത് ഇങ്ങനെയാ. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, പക്ഷെ അങ്ങനെയുള്ള വേറെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുതരാലോ. നോക്കിയേ, പഴം അധികം ചൊല്ല്, പഴം അധികം ചൊല്ല്. അമ്മ ക്യാൻസൽ ആകുന്നു. ഇനി ചായയുടെ അനുനാസികമായ ഞാ പകരം വരുന്നു, ഞായും ചായും ചേരുമ്പോൾ ഇൻച. അപ്പോൾ പഴം ചൊല്ല് എന്ന് കിട്ടി. കണ്ടോ? കടം അധികം കഥ, കടം അധികം കഥ. അമ്മ ക്യാൻസൽ ചെയ്യുന്നു, അമ്മ ക്യാൻസൽ ചെയ്യുന്നു. ഇനി കായുടെ അനുനാസികമായ ങ് അല്ലെങ്കിൽ ങാ പകരം വരുന്നു, ങായും കായും ചേരുമ്പോൾ ഇങ്ക വരുന്നു. എടുത്തെഴുതുമ്പോൾ കടം കഥ എന്ന് കിട്ടുന്നു. എത്രയോ എക്സാമ്പിൾ ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ തരാം. നോക്കിയേ, ചെം അധികം പട്ട്, ചെം അധികം പട്ട്. നോക്കിയേ, അമ്മ ക്യാൻസൽ ചെയ്യുന്നു, പായുടെ അനുനാസികം പ ഫ ബ ഫ മ എന്നല്ലേ? അപ്പോ മാ വരുന്നു, മീം പായും ചേരുമ്പോൾ ഇമ്പ എന്നാകുന്നു. ചേർത്തെഴുതുമ്പോൾ ചെമ്പട്ട് എന്ന് കിട്ടുന്നു. സെറ്റല്ലേ? അടിപൊളിയല്ലേ? പൊളിച്ചാ ഇല്ലേ? പൊളിച്ച്. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ഇനി ദാ എനിക്ക് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ചോദ്യം. എത്രയോ തവണ എത്രയോ തവണ ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിന്റെയും തുടക്കത്തിൽ പറഞ്ഞിരുന്ന പേരല്ലേ അപ്പുക്കിളിന്റെ പേര്. എന്താ നോക്കിയേ, അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി. ഖസാക്കിൻ ഇതിഹാസത്തിലെ കഥാപാത്രം അപ്പുക്കിളി, ഖസാക്കിൻ ഇതിഹാസം. ഇതാ നോക്കിയേ, കുറച്ച് ദിവസങ്ങൾക്കും, അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ആത്രേയകവും അതുപോലെ തന്നെ ചിരുകണ്ഠന്റെയും ഒക്കെ തന്നെ കഥ നിങ്ങൾക്ക് തന്നത് ഓർക്കുന്നില്ലേ? ആത്രേയകം, ആത്രേയകം, ആത്രേയകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? നിരമിത്രനും ചൂടകനും ഇളയും കൃഷ്ണയും ഒക്കെ കഥാപാത്രമാകുന്ന ഇവിടെയാ, അല്ലെ? ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്താ നോക്കിയേ, സോമൻ കടലൂരിന്റെ പുള്ളിയൻ, പുള്ളിയന്റെ അകത്തെ കഥാപാത്രമാണ് ചിരുകണ്ഠൻ, ചിരുകണ്ഠൻ, ചിരുകണ്ഠൻ. കാരണം ഇവരൊക്കെ ഈ ഓപ്ഷനിൽ വരുന്നുണ്ടേ, ഇവരൊക്കെ ഈ ഓപ്ഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞു വന്നതേ, ഇവരൊക്കെ ഓപ്ഷനിൽ വരുന്നുണ്ട്. ചിരുകണ്ഠൻ, കടൽ ഫിക്ഷനായുള്ള കടലാഴ എഴുതുമ്പോൾ എന്ന കൃതിക്കകത്ത് ചിരുകണ്ഠന്റെ കഥാപാത്രം. അനർഘ നിമിഷം, അനർഘ നിമിഷത്തിന്റെ അകത്ത് ബഷീറ കഥാപാത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, പക്ഷെ അനർഘ നിമിഷം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം? ഉറപ്പായിട്ടും കാണിച്ചു തരാം. അതിനകത്ത് വേറെ കഥാപാത്രങ്ങളുടെ പേരൊന്നുമില്ല. ദാ നോക്കിയേ, ഇവിടെയാണ് അനർഘ നിമിഷം വരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഊഞ്ഞാലിലെന്ന കവിത. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേറുറപ്പ് ഇവിടെ പോൽ കാണുമ്പോൾ വേറെങ്ങാനും എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ചാപ്റ്ററാ അനർഘ നിമിഷം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. അപ്പൊ അത് കുറച്ചുകൂടെ ഫീൽ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ, നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമികത്തെ പോലെ ഈ ഓർമ്മ എന്റെ അന്തരംഗം മുട്ടുമാറ വിങ്ങി നിൽക്കുന്നു. ഈ വാസ്തവം എന്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേപടി അവരെന്റെ അടുത്ത് വരുന്നു, തമാശകൾ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നു, അല്ലെ? ഇങ്ങനെ അത് വായിച്ചു പോകുന്നത്. എന്റെ ഭാഗത്തേക്ക് ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാ. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, പക്ഷെ ഇതേത് സാഹിത്യ വിഭാഗത്തിൽപ്പെടും? കണ്ടിട്ട് ഞങ്ങൾക്കൊരു കഥ പോലെ, ഒരു നോവൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അല്ല, ഇതൊരു ഗദ്യ കവിതയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരേ ഒരു ഗദ്യ കവിതയുടെ പേരാണ് ദാ ഈ കാണുന്ന അനർഘ നിമിഷം. സെറ്റല്ലേ? പൊളിച്ചോദ്യല്ലേ? പൊളിച്ചോദ്യല്ലേ? മക്കളെ നോക്കിയേ, വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേടാ. ഓക്കെ അല്ലേ? നമ്മുടെ ക്ലാസ്സുകളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരിലേക്കും ഈ കണ്ടന്റുകൾ എത്തട്ടെ. മുമ്പ് ഈ പറഞ്ഞതുപോലെ എന്താണ് അത് അവരിലേക്കും കൂടെ
ഒരു ഉറപ്പായിട്ട് ഉപകാരപ്പെടട്ടെ അവർക്ക്. അത്രമേൽ നല്ല കണ്ടന്റുകളാ ഓരോന്നും. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് നല്ല കണ്ടന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ദാ നോക്കിയേ, അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻസിനെയും വിട്ടില്ല അല്ലെ? ഓപ്ഷൻസ് നമ്മൾ കളഞ്ഞിട്ടില്ല. ഓർത്തോണം, കേശവനും ചീരനും. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കേശവൻ, ചീരൻ എന്നിവർ കഥാപാത്രമാകുന്നത് ആനോയിലാണ്. കേശവനും ചീരനും കഥാപാത്രമാകുന്നത് ആനോയിലാണ്. നിരമിത്രൻ കഥാപാത്രമാകുന്നത് ആത്രേയകത്തിലാണ്. വാവച്ചൻ വാവച്ചൻ സീത എന്നിവർ കഥാപാത്രമാകുന്നത് മീശയിൽ അല്ലെ? മീശ, എസ് ഹരീഷിന്റെ കൊമ്പൻ മീശ, മീശ മീശ. ഓക്കെ അല്ലെ? ഇനി ആനബാലൻ 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 കഥാപാത്രമാകുന്ന എവിടെ? ആനബാലൻ കഥാപാത്രമാകുന്നത് മാതംഗലീല. ഇറാനിമോസ് 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 കഥാപാത്രമാകുന്നത് എവിടെ? ഇറാനിമോസ് കഥാപാത്രമാകുന്നത് എവിടെ? പറഞ്ഞേ. കരിക്കോട്ടക്കരി കരിക്കോട്ടക്കരി. ഓക്കെ അല്ലെ മക്കളെ? കരിക്കോട്ടക്കരിയൊക്കെ ഏത് ഭാഗത്താണ് കിട്ടുക, എവിടെ നിന്നാണ് കിട്ടേണ്ടത് എന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യുക. നേരെ നിങ്ങൾ ഇവിടുന്ന് യൂട്യൂബിലേക്ക് പോവുക. നോക്കിയേ, അവിടെ നമ്മുടെ തന്നെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അല്ലെ, നിങ്ങൾ ഈ കാണുന്നത് പോലെ നമ്മുടെ യൂട്യൂബിന്റെ അകത്ത് കയറിയിട്ട് ഈ വീഡിയോസ് ഇത് നോക്കിയേ. ഇതിനകത്ത് തന്നെ ഇതാ നോക്കിയേ, ഈ ഭാഗത്തിനകത്ത് നമ്മൾ പറഞ്ഞ കണ്ടന്റ് മാത്രം നോക്കിയത്. ഈ ഭാഗത്തിനകത്ത് ഇവിടെ കഥാപാത്രങ്ങൾ കണ്ടോ, കൃതികൾ, മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്ന കൃതികൾ, കഥാപാത്രങ്ങൾ, കൃതികൾ എന്ന് പറയുന്ന ഭാഗം കണ്ടോ, ഈ മേളിലുള്ളത്. ഇത് കഥാപാത്രങ്ങളും കൃതികളും ഒക്കെ ഈ ഭാഗങ്ങൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. ഉറപ്പായിട്ട് എന്താണ് ഇതിനകത്തുനിന്ന് നല്ല കണ്ടന്റ് ചോദിക്കും. പഠിച്ചോണം. അതിൽ കിടക്കുന്ന എല്ലാ കൃതികളും നോക്കിക്കോണം. ഞാൻ ഈ അടുത്തിടെ പറഞ്ഞ എല്ലാ കണ്ടന്റും നോക്കി വെക്കുക. ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അടുത്ത ചോദ്യത്തിലേക്ക്. രക്ഷാകർത്താവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? രക്ഷാകർത്താവ്. സിമ്പിൾ ആണ് മക്കളെ. താവ് വന്നാൽ താവിനെ സ്ത്രീയാക്കിയാൽ മാത്രം മതി. ഇതാ കിടപ്പുണ്ട്, രക്ഷാകർത്തി. എന്തൊക്കെ ഓപ്ഷൻസ് അല്ലെ? രക്ഷക, രക്ഷാദാ, എന്താണത്? രക്ഷാധികാരിണി, രക്ഷക, രജക. എന്റെ അമ്മേ, എനിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അല്ലെ? സന്തോഷം മക്കളെ. അവിടെ നമുക്കറിയാം രക്ഷാകർത്തി അല്ലെ. അവിടെ ചില വാക്കുകളൊന്ന് പറഞ്ഞു വരാം നമുക്ക്. ജാമാതാവ് എന്ന് വരുമ്പോൾ താവിനെ സ്ത്രീ കൊടുക്കരുത്, അത് സ്നുഷയാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് കൺഫ്യൂഷൻ വരാതിരിക്കാനാ. ബാക്കിയൊക്കെ കൊടുക്കാം നമുക്ക്. ജനയിതാവ്, ജനയിത്രി, ജനയിത്രി. ഓക്കെ അല്ലെ? ജനയിതാവ്, ജനയിത്രി. കമിതാവ്, കമിതാവ്, കമിത്രി, കമിത്രി. ശ്രോതാവ്, ശ്രോതാവ് കേൾക്കുന്നവൻ, ശ്രോതാവ്, ശ്രോത്രി, ശ്രോത്രി. നേതാവ്, നേതാവ്, നേത്രി. അഭിനേതാവ്, 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 അഭിനേത്രി, അഭിനേത്രി. കണ്ടോ? ഈ വാക്കുകൾ ഓരോന്നും ഓർത്തു വയ്ക്കുക. പഠിക്കില്ലേ? ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീലിംഗ രൂപങ്ങളാ. ബന്ധുക്കള്, അതായത് ഈ പറഞ്ഞ പോലെ ജാമാതാവ്, സ്നുഷ, ശ്വശുരൻ, ശ്വശ്രു, അതുപോലെ എന്താണ് ദൗഹിത്രൻ, ദൗഹിത്രി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നോക്കി വെക്കുക. ഉറപ്പായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ അല്ലെ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചന രൂപം അല്ലാത്തത്. അപ്പൊ ഇത് ഇപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം കൂടെ എടുത്തത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ബഹുവചനം അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഏകവചന രൂപം കിട്ടണം. ഏകവചനം, ഒരാൾ മാത്രമേ പാടുള്ളൂ. ബിരുദന്മാർ, ബിരുദന്മാർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരാ. ബിരുദന്മാർ പുല്ലിംഗമാണ്, സലിംഗ ബഹുവചനമാണ്. ബിരുദന്മാർ ഒരുപാട് പേരുണ്ട്, അതല്ല. ധീരന്മാർ, ധീരന്മാരെ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പേരുണ്ട് അല്ലെ. ഭാഗവതർ, പാട്ട് കച്ചേരി പാടുന്നവർ, ഭാഗവതർ, അത് ഒരാളല്ലേ ഉള്ളൂ. ഭാഗവതർ ഒരാളേ ഉള്ളൂ അവിടെ. ഭൃത്യന്മാർ ഒരുപാട് പേരുണ്ട്, തെറ്റ്. അതായത് ഈ ഭാഗവതർ എന്ന് പറയുന്ന പദം ഒരു പൂജക ബഹുവചനം കൂടെയാണ്. എന്താണ്? പൂജക ബഹുവചനം കൂടെയാണ്. പൂജക ബഹുവചനാണെങ്കിൽ ഉറപ്പായും അതെപ്പോഴും ഏകവചനമായിരിക്കും. അതായത് എല്ലാ പൂജക ബഹുവചനങ്ങളും എപ്പോഴും ഏകവചനമായിരിക്കും. ഉദാഹരണത്തിന് നോക്കിയേ, ഗുരുക്കൾ, ഗുരുക്കൾ, ഇതൊരു പൂജക ബഹുവചനമാണ് പ്ലസ് ഏകവചനമാണ്. ഓക്കെ അല്ലെ? പൂജക ബഹുവചനമാണ്, ഏകവചനമാണ്. അതുപോലെ തന്നെ വൈദ്യർ, വൈദ്യർ കണ്ടോ, പൂജക ബഹുവചനമാണ്, ഏകവചനമാണ്. സ്വാമികൾ, സ്വാമികൾ പൂജക ബഹുവചനമാണ്, ഏകവചനമാണ്. ശാസ്ത്രികൾ, ശാസ്ത്രികൾ പൂജക ബഹുവചനമാണ്, ഏകവചനമാണ്. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു എല്ലാ പൂജക ബഹുവചനം, എല്ലാ പൂജക ബഹുവചനം മക്കളെ ഒരാളെ, അതായത് ഒരാൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് അയാളുടെ പേരിൽ ബഹുവചന പ്രത്യയങ്ങളായ അൾ, കൾ, മാറർ. ബഹുവചന പ്രത്യയങ്ങൾ ഏതൊക്കെയാ? അൾ, കൾ, മാർ, അർ. ഇതല്ലേ?
ഇവയിൽ ഒന്ന് ചേർക്കുന്നതിന്റെ പേരാണ് പൂജക ബഹുവചനം. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എല്ലാ പൂജക ബഹുവചനങ്ങളും ഏകവചനം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചോദ്യം തന്നാൽ അതിൽ പൂജക ബഹുവചനം ഉണ്ടെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ അത് ഏകവചനമായിരിക്കും. സെറ്റ് അല്ലേ? അടിപൊളിയായില്ലേ? നല്ല ചോദ്യമല്ലേ? എങ്കിൽ ഇനി നോക്കിയേ, ഇവിടെ ചോദ്യം, കൽപ്പിതം എന്ന വാക്കിന്റെ വിപരീതം എന്താ? കൽപ്പിതം എന്ന വാക്കിന്റെ വിപരീതം എന്താ എന്നതാണ് ചോദ്യം. കൽപ്പിതത്തിന്റെ വിപരീതം എന്തായിരിക്കും? കൽപ്പിതം ഭാവനയിൽ എടുക്കുന്നതല്ലേ, അതായത് ഭാവിച്ച് എടുക്കുന്നതല്ലേ, ഭാവനയല്ലേ? അങ്ങനെയാണെങ്കിൽ കൽപ്പനയുടെ വിപരീതം എന്താ? യാഥാർത്ഥ്യം, ഉള്ളത് അല്ലെ? അത് വാസ്തവം. ഭാവനയല്ല, വിചിന്തനമല്ല, ഒന്നുമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് നോക്കിപ്പോയാലോ? ഇത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ PS ചോദിച്ചു കാണുന്ന ഒരു വാക്കാണ് ആരോഹണം. വിപരീതമാണ് അവരോഹണം. ആരോഹണത്തിന്റെ വിപരീതം എന്താ? അവരോഹണം. അത്രയാണെങ്കിലോ? അത്ര, തത്ര, തത്ര. ചഞ്ചലമോ? ചഞ്ചലം. അചഞ്ചലം. ചഞ്ചലം എന്താ? അചഞ്ചലം. ഇനി അതേപോലെ തന്നെ ഓർത്തു വയ്ക്കുക, ദുഷ്ടൻ. ഈ അടുത്ത് ചോദിച്ചിരുന്നു. ദുഷ്ടൻ വിപരീതം എന്ന് പറയുന്നത് ശിഷ്ടൻ. ദുഷ്ടൻ, ശിഷ്ടൻ. ഓക്കെ അല്ലെ? വിരസം. സരസം. വിരസം വിപരീതം എന്താ? സരസം. ഓക്കെ അല്ലെ? അതുപോലെ തന്നെ ഓർത്തു വെക്കണം, വൃദ്ധി വിപരീതമാണ് ക്ഷയം. വൃദ്ധി വിപരീതം എന്താ? ക്ഷയം. വൃദ്ധി വിപരീതം എന്താ? ക്ഷയം. വിട്ടുപോരുത്, വൃദ്ധി, ക്ഷയം. ഇനി സരളം വിപരീതമാണ് പ്രൗഢം. നമ്മൾ പറയത്തില്ലേ, പ്രൗഢ ഗംഭീരമായ ചടങ്ങ് അല്ലെ? പ്രൗഢം. ഏതോ വഴിക്ക് പോകുന്നുണ്ട് അല്ലെ? പ്രൗഢം. ഓക്കെ അല്ലെ? നല്ല വാക്കല്ലേ? എങ്കിൽ ഓർത്തു വെച്ചേ, ആച്ഛാദനം. അനാച്ഛാദനം. ഓക്കെ അല്ലെ? ഇനി കൃശം. മെലിഞ്ഞത് എന്ന അർത്ഥത്തിലാണ്. കൃശം എപ്പോഴും ചോദിക്കുന്ന ഒരു വാക്കാ കൃശം. കൃശമാണെങ്കിൽ അതിന്റെ വിപരീതമാണ് മേതുരം. അകൃശം എന്നും പറയാം, എങ്കിലും മേതുരമായിരിക്കും കുറച്ചുകൂടെ ഭംഗി. കൃശം, മേതുരം. രാഗം സ്നേഹമാണ്. സ്നേഹം. അപ്പോ ദ്വേഷം. ദ്വേഷം. ഓക്കെ അല്ലെ? ഇനി ജംഗമം. സ്ഥാവരം. ജംഗമ വിപരീതം സ്ഥാവരം. ഇനി നിന്നയാണെങ്കിലോ? സ്തുതി. നിന്നയാണെങ്കിൽ സ്തുതി. ഇനി ലഘിമ. ഗരിമ. ഓക്കെ അല്ലെ? അപ്പൊ ഈ വാക്കുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ നമ്മള് വിപരീത പദത്തിന്റെയൊക്കെ 2025 മുഴുവൻ കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ. ഇനി ഈ ചോദ്യം ഒന്ന് നോക്കിയേ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ്. കാവാലമുണ്ട്, തൊപ്പിൽ ഭാസ്കറുണ്ട്, MG ഉണ്ട്, VT ഉണ്ട്. ആരാണ്? ഒരു സംശയം വേണ്ട, അത് കാവാലമാണ്. ആരാണ്? കാവാലം നാരായണ പണിക്കർ. നമ്മൾ കുറച്ചു മുമ്പ് ടെക്സ്റ്റ് ബുക്കുകൾ പറഞ്ഞില്ലടാ, ടെക്സ്റ്റ് ബുക്കുകൾ. അതില് +2 ടെക്സ്റ്റ് ബുക്കില് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ തനത് നാടകം എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. തനത് നാടകങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ തനത് നാടകങ്ങളുടെ കൂട്ടത്തിൽ ആ നാടകങ്ങളെ ഏറ്റവും ശ്രദ്ധേയമാക്കിയ ഒരു പേരാണ് ഈ പറയുന്ന കാവാലം നാരായണ പണിക്കർ. മക്കളെ, കാവാലത്തിന്റെ കാവാലത്തിന്റെ നാടകങ്ങൾ നോക്കി വെച്ചേ. കാവാലത്തിന്റെ നാടകങ്ങൾ ദൈവത്താർ, സാക്ഷി. ഇവിടെ നോക്കി, ദൈവത്താർ കണ്ടോ? ദൈവത്താർ, സാക്ഷി, അവനവൻ കടമ്പ, കരിങ്കുട്ടി, പുറനാടി. ഒന്നുകൂടെ, ദൈവത്താർ, സാക്ഷി, അവനവൻ കടമ്പ, കരിങ്കുട്ടി, പുറനാടി. ഇവയാണ് പ്രധാനപ്പെട്ട കാവാലത്തിന്റെ നാടകങ്ങൾ. അതിൽ തന്നെ തനത് നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതി എന്ന് പറയുന്നത് കലിയാണ്. മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകം കലി. പക്ഷേ ഈ കലി എഴുതിയതാകട്ടെ CN ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർ. സെറ്റല്ലടാ. CN-ന്റേതാണ് കലി എന്ന നാടകം. കലി. ഈ CN എഴുതിയ നാടകത്രയം ഒന്ന് ഓർത്തു വെക്കുക. ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, സാകേതം. ഇവയൊക്കെ തന്നെ CN ശ്രീകണ്ഠൻ നായർ എഴുതിയ നാടകത്രയങ്ങൾ. ഒന്നുകൂടെ, CN-ന്റെ നാടകത്രയങ്ങൾ ഏതൊക്കെയാ? ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, സാകേതം.
ഇതിൽ തന്നെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകൾ ഒന്നാണ് കാഞ്ചന സീത. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് കാഞ്ചന സീത. ഓക്കെ അല്ലേ? കാഞ്ചന സീത അത് സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? കാഞ്ചന സീത സംവിധാനം ചെയ്തിരിക്കുന്നത് ജി അരവിന്ദൻ. ഇതാണ് സിനിമ കാഞ്ചന സീത. കാഞ്ചന സീത സംവിധാനം ചെയ്തിരിക്കുന്നത് ജി അരവിന്ദൻ. ജി അരവിന്ദൻ അതും PYQ ആണ്. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമ കാഞ്ചന സീത. PYQ സെറ്റല്ലടാ. ഓർത്തു വെക്കാൻ പറ്റില്ലേ? ലങ്കാലക്ഷ്മി, കാഞ്ചന സീത, സാഗതൻ ഇവ CN നാടകത്രയങ്ങൾ എന്നറിയപ്പെടുന്നു. കലി ഇതിൽ ഉൾപ്പെടാത്ത നാടകമാണ്. കലി ഇതിൽ ഉൾപ്പെടാത്ത നാടകം. ഓക്കെ ആണോ? ഇത് CN തന്നെയാണ്, പക്ഷെ ഈ ഒരു ജോണർ അല്ല എന്ന് മാത്രം. സെറ്റല്ലടാ. ഓർത്തു വെക്കാൻ പറ്റില്ലേ? അത്യാവശ്യം നല്ല കുറച്ച് കണ്ടന്റ് ആയില്ലേ? സെറ്റായെന്ന് വിശ്വസിച്ചോട്ടെ. വീണ്ടും ഞാൻ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. മക്കളെ എക്സാമിന് പോകുമ്പോൾ ടെൻഷൻസ് ഒന്നും വേണ്ട. ഫസ്റ്റും സെക്കൻഡ് ഫേസും ക്വസ്റ്റ്യൻസും നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക. അപ്പൊ ഏറ്റവും നന്നായി എക്സാം എഴുതാൻ കഴിയട്ടെ. സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. നിങ്ങൾക്ക് പ്രിലിംസ് ഈസി ആയിട്ട് ക്ലിയർ ആക്കി മെയിൻസും ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ കഴിയട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂളായിട്ട് എക്സാം എഴുതുക. എല്ലാം സെറ്റാണ്. ഓക്കെ അല്ലേ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.